ദയവായി തുടരുക. നിർമ്മാതാവ് ഷംനാസ് തന്നെ നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ് 9 മണി വാർത്തയിൽ. ഷംനാസ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും താങ്കളുടെ പരാതിയിൽ നടൻ നിവിൻ പോളിക്കുമൊപ്പം സംവിധായകൻ എബ്രിഡ് ഷൈനും പോലീസ് ഹാജരാവാൻ, തെളിവുകൾ സഹിതം ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയിരിക്കുകയാണ് പോലീസ്. ആ വിവരം താങ്കൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഈ പോലീസ് നടപടി ഇപ്പോൾ എവിടം വരെ എത്തിയെന്നാണ് താങ്കൾക്ക് മനസ്സിലാവുന്നത്? പോലീസ് എന്റെ മൊഴി എടുത്തിരുന്നു, സാക്ഷികളുടെ മൊഴി എടുത്തിരുന്നു. അതിനുശേഷമായിരിക്കണം ഇപ്പോ പ്രതികളായിട്ടുള്ളവർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് തെളിവുമായി ഹാജരാകാൻ പറഞ്ഞാൽ അവർക്കെതിരായിട്ടുള്ള തെളിവുകളുമായിട്ട് എങ്ങനെ ഹാജരാകും എന്നാണ് എന്റെ ആശങ്ക. ഈ തെളിവുകൾ പോലീസ് കണ്ടെത്തേണ്ടതാണ്. കാരണം ഇതിന്റെ മറ്റൊരു കമ്പനിയുമായിട്ടുണ്ടാക്കിയ കരാർ ഒരിക്കലും ഇവർ പോലീസ് നേരിട്ട് കൊടുക്കില്ല. അത് അവരുടെ മെയിൽ ഐ ഡിയിലുണ്ട്. ആ മെയിലിൽ നിന്ന് പോലീസ് വേണം കണ്ടെത്താൻ. അതായത് ഈ ആഴ്ച തന്നെ ഹാജരാവണമെന്നാണ് പറഞ്ഞത്. എന്തൊക്കെ രേഖകളാണോ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ളത് ആ രേഖകളെല്ലാം ഹാജരാക്കണമെന്നാണ് പറയുന്നത്. അതിനുള്ളൊരു സാധ്യത താങ്കൾ എത്രമാത്രം കാണുന്നുണ്ട്? അതിനകത്ത് ഇപ്പോ ഇവർക്ക് എതിരായിട്ടുള്ള രേഖകൾ ഒരിക്കലും ഇവര് പോലീസിൽ ഹാജരാക്കാൻ സാധ്യതയില്ലല്ലോ. അത് പോലീസ് കണ്ടെത്തേണ്ടതാണ്. മാത്രമല്ല, ഇപ്പൊ പോളി ജൂനിയറിന്റെ പേരിൽ 2-3 ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അതിൽ ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ ഓവർസീസിന്റെ അഡ്വാൻസ് പേയ്മെന്റ് വന്നെന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ എല്ലാ ബാങ്ക് അക്കൗണ്ടും പരിശോധിച്ചാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഇവർ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് തെളിവുകൾ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മാത്രമല്ല, ഇവര് വിദേശ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറ് ഒരിക്കലും ഇവര് പോലീസിൽ ഹാജരാക്കില്ല. അത് പോലീസ് ഈ വിദേശ കമ്പനിയുടെ ഓഫീസിൽ നിന്നോ പോളി ജൂനിയറിന്റെ ഓഫീസിൽ നിന്നോ അവരുടെ മെയിൽ ഐ ഡിയിൽ തീർച്ചയായിട്ടും ഉണ്ട്. ആ മെയിൽ ഐ ഡിയിൽ നിന്ന് ചിലപ്പോൾ മെയിലിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡിലീറ്റ് ചെയ്താലും റിക്കവർ ചെയ്യാനുള്ള സംവിധാനം, സാങ്കേതിക ടെക്നോളജി ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അത് കണ്ടെത്താൻ പോലീസ് ശ്രമിക്കണം എന്നുള്ളതാണ് എന്റെ അപേക്ഷ. ഈ പോലീസ് താങ്കളുമായി ഏത് തരത്തിലാണ് സഹകരിക്കുന്നത്? പോലീസ് വളരെ അനുഭാവപൂർവ്വമുള്ള സഹകരണമാണ്. പോലീസിന്റെ വിശദമായ മൊഴിയെടുത്തു, സാക്ഷികളുടെ മൊഴിയെടുത്തു. പോലീസ് ഇപ്പൊ ഇവരോട് ഇപ്പം ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. ഷംനാസ്, ഈ പരാതി നൽകിയതിന് ശേഷം ഏതെങ്കിലും തരത്തിലൊരു ഒത്തുതീർപ്പിനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നോ ഈ നടന്റെയോ സംവിധായകന്റെയോ അല്ലെങ്കിൽ താരസംഘടനയുടെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും ഭാഗത്തുനിന്ന് ഒരു ഒത്തുതീർപ്പിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നുള്ളൊരു തരത്തിലോട്ട് താങ്കളെ ആരെങ്കിലും സമീപിച്ചിരുന്നു? ഇല്ല, ആരും സമീപിച്ചിട്ടില്ല. ഇതുവരെ ആരും സമീപിച്ചിട്ടില്ല. ഈ താങ്കൾ ഈ പരാതി നൽകിയതിനു ശേഷം നടൻ നിവിൻ പോളിയോ, സംവിധായകൻ എബ്രിഡ് ഷൈനോ താങ്കളെ സമീപിച്ചിരുന്നോ? അവർ എന്തെങ്കിലും തരത്തിൽ താങ്കളുമായി ചർച്ച നടത്തിയിരുന്നോ? ഒരു അനുനയ നീക്കം? ഇല്ല, അവർ ഇതുവരെ സമീപിച്ചിട്ടില്ല. അവര് നടത്തിയ പ്രസ്താവന പോലും വാസ്തവ വിരുദ്ധമാണ്. കാരണം അവർ പറഞ്ഞത് ഇത് കോടതിയുടെ ആർബിട്രേഷൻ പരിധിയിൽ ഇരിക്കുന്ന കേസാണ്, കോടതിക്ക് വിധി മറികടന്നാണ്, ബഹുമാനിക്കാതെയാണ് ഞാൻ കേസ് കൊടുത്താണ് പറയുന്നത്. അത് തികച്ചും വാസ്തവ വിരുദ്ധമാണ്. കാരണം അവർ കൊടുത്തിരിക്കുന്ന ആർബിട്രേഷൻ കേസ് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് 2023 ഉണ്ടാക്കിയ ഒരു കരാറിലെ വ്യവസ്ഥകൾ പുറത്തു പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് അവര് കോടതിയിൽ നിന്ന് ഒരു ഇൻജക്ഷൻ ഓർഡർ മേടിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ നിവിൻ പോളിയുടെ ഓഫീസിൽ, പോളി ജൂനിയറിന്റെ ഓഫീസിൽ ഞാൻ കയറരുത് എന്ന് പറഞ്ഞിട്ട് നിവിൻ പോളിയുടെ വൈഫിന്റെ പേരിൽ ഒരു ഇൻജക്ഷൻ ഓർഡറാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ 2 കേസ് അല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ആർബിട്രേറ്ററെ നിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഈ കേസ് കൊടുക്കുന്നതിന് മുൻപ് ഇത് പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു മീഡിയേറ്ററെ വെച്ചിരുന്നു. ആ മീഡിയേറ്റർ എന്റെ അടുത്ത് പറഞ്ഞത് അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് അവരുമായിട്ട് സംസാരിച്ചിട്ട് തീരുന്ന ലക്ഷണം കാണുന്നില്ല, നിങ്ങളെ നിയമ നടപടികളുമായി മുമ്പോട്ട് വെക്കുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോയത്. അത് തന്നെയാണ് ഞാനും ചോദിക്കാൻ വന്നത്. അതായത് ഈ നടൻ നിവിൻ പോളി തുടക്കത്തിൽ പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചർച്ച നടക്കുകയാണെന്ന്. പക്ഷെ ആ ചർച്ചയ്ക്ക് നിൽക്കാതെ താങ്കൾ തിടുക്കപ്പെട്ട് കോടതിയെ സമീപിക്കുകയായിരുന്നു. അതിന്റെ കാരണം എന്തായിരുന്നു? വെറുതെ പറയുന്നതാണ്. ഇവര് കമ്മീഷൻ, അതായത് ഞാൻ എന്നടുത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നിവിൻ പോളിയുടെ ഓഫീസിൽ കഴിഞ്ഞ മെയ് മാസം 31-ാം തീയതി ചെല്ലാൻ ആവശ്യപ്പെട്ടു. ഞാൻ അങ്ങനെ അവിടെ 4 മണിക്ക് എത്തിയപ്പോ തേവര കമ്മീഷൻ ഓഫീസിൽ നിന്ന് ഒരു SI വന്നിട്ട് എന്നോട് കമ്മീഷണറെ കാണണമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ ഇവിടെ ഓഫീസിൽ വന്ന് ബഹളം വെക്കുന്നു എന്ന് പറഞ്ഞ് കമ്മീഷൻ ഓഫീസിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിവിൻ പോളിയുടെ മാനേജരെയും വിളിച്ചു വരുത്തി, എന്നെയും വിളിച്ചു വരുത്തി, അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു പണം ഞങ്ങൾ കൊടുക്കാനുണ്ട്, ഇയാളെ നിർമ്മാണത്തിൽ നിന്ന് മാറ്റുകയാണ്, ചെലവാക്കിയ പണം ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്,
അപ്പൊ പക്ഷെ അതിന്റെ കണക്കും കാര്യങ്ങളും പിന്നെ അതിന്റെ ഡയറക്ടറുമായിട്ട് സംസാരിക്കണം. അപ്പൊ അതിനൊരു മീഡിയേറ്റർ വെച്ചിട്ട് പ്രശ്നം പരിഹരിക്കാമെന്ന് അവര് CAയുടെ ഓഫീസിൽ വെച്ചിട്ട് ഉറപ്പ് നൽകുകയാണ്. അതിനുശേഷം യാതൊരു നടപടികളും ഉണ്ടായില്ല. പിന്നീട് ഞാൻ വൈക്കം DVSP ഓഫീസിൽ പരാതി കൊടുത്തു. DVSP ഓഫീസിലും ഇവരെ വിളിച്ചു വരുത്തി. അവിടെയും ഇവര് പറഞ്ഞു ഒരു മീഡിയേറ്റർ വെച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചോളാന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അഡ്വക്കേറ്റിനെ ഇതിന്റെ മീഡിയേറ്ററായിട്ട് നിയോഗിച്ചു. അദ്ദേഹം ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ആവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഇതിനുശേഷം അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, ഞാനിത് സംസാരിച്ചിട്ട് ഇത് പരിഹരിക്കുന്നില്ല, നിങ്ങൾ നിയമ നടപടികളുമായി മുമ്പോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോയത്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ആക്ഷൻ ഹീറോ ബിജു 2 എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് വിതരണാവകാശം നൽകാം എന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അതിന്റെ രേഖകൾ താങ്കളുടെ കൈവശമുണ്ടോ? ഇല്ല, വിതരണാവകാശം നൽകാമല്ല. ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന ചിത്രം ഫിലിം ചേംബറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്റെ പേരിലാണ്. എന്ന് വെച്ചാൽ അതിന്റെ മുഴുവൻ അവകാശങ്ങളും എന്റെ പേരിലാണെന്നുള്ളതാണ് എന്റെ അർത്ഥം. അങ്ങനെ ഇരിക്കെ പക്ഷെ ഞാനും എബ്രിൽ ഷെയ്നും നിവിൻ പോളിയും കൂടി ചേർന്നാണ് സിനിമ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പൊതുവായി ധാരണ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഈ ചിത്രത്തിന്റെ റൈറ്റ്സ് എബ്രിൽ ഷെയ്ൻ പ്രൊഡക്ഷൻസിന്റെ പേരിലായിരുന്നു. ആ എബ്രിൽ ഷെയ്ൻ പ്രൊഡക്ഷൻസിന്റെ പേരിൽ നിന്നും ഇതിനു വേണ്ടി ഷൂട്ടിങ്ങിന് പണം ചെലവഴിക്കണം എന്ന വ്യവസ്ഥയിൽ എന്റെ പേരിലേക്ക് ഈ പടത്തിന്റെ മുഴുവൻ റൈറ്റ്സ് മാറ്റുകയായിരുന്നു. കേരള ഫിലിം ചേംബറിൽ അതിന്റെ രേഖകളുണ്ട്. താങ്കളുടെ കൈവശം അതിന്റെ രേഖകളുണ്ട് അല്ലെ? തീർച്ചയായിട്ടും ഞാനത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കോടതി കേസെടുക്കാൻ ആവശ്യപ്പെട്ടത്. അപ്പം അങ്ങനെ എനിക്ക് അവകാശം നിലനിൽക്കെ ഈ സിനിമയുടെ മുഴുവൻ റൈറ്റ്സും അവകാശം അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പണം ചെലവാക്കുന്നത്. ആ പണം ചെലവാക്കിയതിനു ശേഷം ഈ 14 ദിവസം ഷൂട്ടിന് വേണ്ടി ബംഗാളിൽ പോയിട്ട് 11ാമത്തെ ദിവസം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ ഡയറക്ടറുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഷൂട്ടിംഗ് അവസാനിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഇവര് ഞാൻ അറിയാതെ ഇതിന്റെ വിദേശ വിതരണാവകാശം മറ്റൊരു കമ്പനിക്ക് നൽകി. 5 കോടി രൂപയ്ക്ക് കരാർ ഉറപ്പിച്ച് 2 കോടി രൂപ പോളി ജൂനിയറിന്റെ. അത് താങ്കൾ അറിഞ്ഞത് എപ്പോഴാണ്? ഇത് മറ്റൊരു കമ്പനിക്ക് നൽകി എന്നുള്ള വിവരം താങ്കൾ എപ്പോഴാണ് അറിഞ്ഞത്? ഞാൻ ഇവർ ഇത് കരാർ കൊടുത്തതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ കമ്പനിയുമായി ബന്ധപ്പെട്ടു. അതുപോലെ തന്നെ ഇതിന്റെ ഫിനാൻസ് കൺട്രോൾ ഉണ്ടായിരുന്നു, അദ്ദേഹം എന്നെ അറിയിച്ചു. ഈ 2 പടത്തിന്റെ ഫിനാൻസ് കൺട്രോൾ ഒരാളായിരുന്നു. അദ്ദേഹത്തിന് പോളി ജൂനിയറിന്റെ ഓഫീസിൽ നിന്ന് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്റെ അടുത്ത് ഇങ്ങനെ കച്ചവടം നടന്നിട്ടുണ്ടെന്ന് സൂചിപ്പിച്ചു. ഞാൻ ഈ കമ്പനിയെ നേരിട്ട് ബന്ധപ്പെട്ടു. അവര് നേരിട്ട് ഇത് അംഗീകരിച്ചു. അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിർമ്മാതാവിനെ മാറ്റും എന്നുള്ളതാണ്. സംവിധായകനും നായകനും ഇല്ലാതെ എങ്ങനെ സിനിമ ഉണ്ടാവും? നിങ്ങൾ പണം മാത്രം മുടക്കിയ സിനിമ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ എന്നാണ് ഈ വിദേശ കമ്പനി എന്നോട് പറഞ്ഞത്. താങ്കൾ അപ്പോൾ എബ്രിൽ ഷൈനുമായി സംസാരിച്ചില്ലേ ഈ വിഷയത്തിൽ? അദ്ദേഹത്തോട് ചോദിച്ചില്ലേ ഇതിനുള്ള കാരണം എന്താണ്? അബ്രിൽ ഷൈൻ എന്റെ ഫോൺ ബ്ലോക്ക് ചെയ്യാനുണ്ടായത്. അതിനുശേഷം ഞങ്ങൾ 3 പേരുള്ള ഒരു ഗ്രൂപ്പിൽ ഞങ്ങൾ ഈ വിവരം ചർച്ച ചെയ്തു. അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ ചെലവായ കണക്കുകളും കാര്യങ്ങളും തരൂ, നിങ്ങളുമായി ഞങ്ങൾക്ക് നിർമ്മാണത്തിന് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല, മുഴുവൻ കണക്കുകളും കാര്യങ്ങളും ഏൽപ്പിക്കൂ, നിങ്ങളുടെ പണം തിരിച്ചു തരും. അതിന്റെ അടുത്ത് വാട്സാപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാ രേഖകളും ഉണ്ട്. അപ്പം അത് അനുസരിച്ചിട്ട് പോളി ജൂനിയറിന്റെ ഓഫീസിൽ ആക്ഷൻ ഹീറോ ബിജു 2ന്റെ മുഴുവൻ ഷൂട്ടിങ്ങിനുമായി ബന്ധപ്പെട്ട മുഴുവൻ ബില്ലുകളും പേപ്പറുകളും രേഖകളും അവരുടെ ഓഫീസിൽ പരിശോധനയ്ക്ക് കൊടുത്തു. അവരത് കൺഫേം ചെയ്തു. എനിക്ക് അവർ മെയിലിൽ കൺഫർമേഷൻ തന്നു. 3 ലക്ഷം രൂപയുടെ ഒരു ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞു, അതും കൊടുത്തു. ഇതെല്ലാം മെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ശരി, അപ്പോൾ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്,